രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യത്തെപ്പറ്റി ഉള്ള തീരുമാനം കോടതി ശനിയാഴ്ച പറയും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം മൂവ് ചെയ്തത്. അദ്ദേഹം ചില ഗ്രൗണ്ടുകളെല്ലാം കോടതി പറഞ്ഞു. കോടതിക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതിനകത്ത് 2 വകുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 376 റേപ്പ്, മറ്റൊന്ന് 506 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. അപ്പോൾ അവിടെ ഒരു 506 നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത് ആ പെൺകുട്ടി തന്നെ ഹോട്ടലിൽ മുറിയെടുത്ത്, ആ തിരുവല്ലയിലെ നമ്പർ 6 എന്ന ഹോട്ടലാണത്. അവിടെ മുറിയെടുത്ത് അവരുടെ പേരിലാണ് മുറിയെടുത്തത്. അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്തായാലും അതൊരു കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്സ് തന്നെയെന്ന് കരുതേണ്ടി വരും. അതേ വാദഗതി തന്നെയാണ് ശാസ്തമംഗലം അജിത് കോടതിയിൽ ഉപയോഗിച്ചത്. കാരണം വിളിച്ചു വരുത്തിയതാണ്. ആ പെൺകുട്ടിയുടെ പേരിലാണ് അവിടെ ലോഡ്ജ് മുറിയെടുത്തിരിക്കുന്നത്. ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ്റെ വകുപ്പ് അവിടെ വരില്ല. കാരണം ഭീഷണിയും ഒന്നുമില്ല. സൗമ്യ രീതിയിലാണ് ആ പെൺകുട്ടി ഇയാളെ വിളിച്ചു വരുത്തിയത്. ഇയാൾ അവിടെ ചെന്നു. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നു എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടി പറയുന്നത്. അതിനുള്ള എവിഡൻസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ക്രിമിനലായിട്ടുള്ള ഇൻറ്റിമിഡേഷന് അവിടെ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു 7-8 വർഷം ശിക്ഷ കിട്ടുന്ന ഒരു വകുപ്പാണെങ്കിലും അതിൻ്റെ ഒരു പ്രസക്തി അവിടെ ഇല്ല. കാരണം അവർ തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളും ആ ചാറ്റുകളും, അതോടൊപ്പം തന്നെ അവിടെ മുറി ആ പെൺകുട്ടി തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ഇയാളെ വിളിച്ചു വരുത്തുകയാണ്. ഇയാളുടെ പ്രേരണ കൊണ്ട് ബുദ്ധിപരമായി ഇയാൾ ആ പെൺകുട്ടിയെ കൊണ്ട് മുറി എടുപ്പിച്ച് ചെയ്യുന്ന വാദഗതി അവിടെ ഉണ്ട്. എങ്കിലും അയാളെടുത്താലും ആരെടുത്താലും പെൺകുട്ടി ആ മുറിയിൽ അവർ സ്വതന്ത്രമായിട്ട് ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നല്ല, സ്വതന്ത്രമായിട്ട് വന്ന് കയറുകയാണ്. അപ്പോൾ ആ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. അതൊരു ഭീഷണിയുടെ സ്വരമല്ല. അയാളവിടെ വന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട് പോയി എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ചിന്തിക്കാനായിട്ട് ഇപ്പോഴത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ കുറ്റച്ചാർജ് കൊടുക്കാൻ മാത്രമേ കോടതിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ വരികയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ 506 നിലനിൽക്കത്തില്ല. പിന്നെ 376 അത് തമ്മിൽ സമ്മതത്തോടെയുള്ള ഒരു ബന്ധപ്പെടലായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. 376 റേപ്പ് കേസിനകത്ത് അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവേ അതിനകത്ത് പ്രോസിക്യൂഷൻ എതിർപ്പ് പറഞ്ഞെങ്കിലും വേറെ 2 കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ഏതായാലും കുറച്ച് ദിവസം കൊണ്ട് അകത്ത് കിടക്കുകയാണ്. ഇനി ശനിയാഴ്ച 2-1 അറിയാം. ഇതിനു മുമ്പുള്ള 2 കേസുകളുടെയും ചരിത്രം നമ്മൾ നോക്കിക്കണം. ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഒരു കേസിനകത്ത് അറസ്റ്റ് തടയുകയും ചെയ്തു. അതാണ് ആ 2 കേസിൻ്റെയും പ്രധാനം. അതും ഇതുപോലെ തന്നെ ഒരു ആരോപണമാണെങ്കിലും അവിടെയൊക്കെ പരസ്പര സമ്മതത്തോടു കൂടിയ ഒരു ബന്ധപ്പെടലാണ് എന്നൊരു സംശയം കോടതിക്ക് തോന്നിയതുകൊണ്ടാവാം ആ 2 കേസിലേക്കും അദ്ദേഹത്തിനെ അറസ്റ്റ് ഉൾപ്പെടുത്താതെ വിട്ടയച്ചത്. കാരണം അദ്ദേഹം കോടതിയിൽ എപ്പം വിളിച്ചാലും ഹാജരാകാം, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകാം. ആ കണ്ടീഷനോട് കൂടി തന്നെയാണ്. അതിന് വിഘാതമൊന്നുമില്ലായിരുന്നു. പക്ഷേ തിരുവല്ല കേസിനകത്ത് പോലീസ് എന്തുകൊണ്ടാണ് ഓടിപ്പിടിച്ച് അദ്ദേഹത്തിനെ കയറി അങ്ങ് അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിനെ വിളിച്ചാൽ അദ്ദേഹം ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഓടിയെത്തേണ്ട ആളാണ്. കാരണം 2 റേപ്പ് കേസിനകത്ത് ജാമ്യത്തിൽ നിന്ന് കണ്ടീഷൻ ബെയിലല്ലേ. അപ്പോൾ അത് എപ്പം വിളിച്ചാലും പോലും അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പിൽ ഹാജരാകണം. അതിന് വിഘാതമൊന്നുമില്ല. എപ്പം വിളിച്ചാലും വരാമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. വിളിച്ചില്ല. അതൊരു ഫോണെങ്കിലും ചെയ്തിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നേരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ വന്നേനെ. പക്ഷേ അതിവിടെ ഉണ്ടായില്ല. പകരം അദ്ദേഹത്തിനെ രാത്രിയുടെ മറവിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ അത്ര ഒരു വ്യയം ചെയ്യേണ്ട ഒരു ആവശ്യം പോലീസിനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു. എന്തായാലും ഈ കേസിനും ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനിയും ഇതുപോലെയുള്ള കേസുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ 1-2 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇതുപോലെ കേസുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് മുളപൊട്ടി വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല.
അത് ഏതായാലും നല്ലൊരു ട്രെൻഡല്ല. ആരായാലും ശരി, പെൺകുട്ടികളായാലും ശരി, ആൺകുട്ടികളായാലും ശരി, നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു ഭീഷണി ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് റേപ്പ് ഉണ്ടായി, അപ്പം തന്നെ പോലീസിൽ പറയുക. അത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പോലീസ് പറയാതിരിക്കുന്നത് എന്തിനാണ്? തൻ്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കുറ്റം ചെയ്ത ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രോസിക്യൂഷന് നടപടി എടുക്കണ്ടേ, അല്ലെങ്കിൽ അധികാര സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവരുടെ വീടുകളിലെങ്കിലും പറയണ്ടേ. ഇതൊന്നുമില്ലാതെ അവർ തമ്മിലുള്ള ആ അടുപ്പം മറ്റു രീതിയിലേക്ക് മാറിക്കഴിയുമ്പോൾ അത് രഹസ്യമായിട്ട് പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അത് അന്നേരം തന്നെ പരസ്യപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ അന്നേരം തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്യണ്ടേ. അതിന് പകരം 1-2 വർഷം കഴിഞ്ഞിട്ട് ആരോപണം പറയുന്നത് ഒരു കേസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തില്ല, യാതൊരു സംശയവുമില്ല. ഡിലേയ്ഡ് ആയിട്ടുള്ള FIRഉം ഡിലേയ്ഡ് ആയിട്ടുള്ള പരാതി പറച്ചിലും ഒന്നും ഇന്ത്യയിൽ ഇനി വിലപ്പോവില്ല. BNS പ്രകാരം, പുതിയ നിയമപ്രകാരം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡിലേയ്ഡ് FIR എന്ന് പറയുമ്പോൾ FIR ഈസ് ഡൗട്ട്ഫുൾ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. BNSനകത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള റിപ്പോർട്ടിങ് നിർത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അന്നേരം തന്നെ പോലീസിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെടുത്ത് അന്നേരം അറിയിക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണ് പെൺകുട്ടികൾ അത് ചെയ്യേണ്ടതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതും. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ. ഇതുപോലുള്ള കേസുകൾ പ്രൊലോങ് ചെയ്ത് വെറുതെ ആരെയും ശിക്ഷിക്കാതെ, അതുപോലെ സമയവും കളഞ്ഞ് അത് വെറുതെ ആ കേസുകൾ അക്വിറ്റ് ചെയ്ത് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.